അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും ചർച്ച ചെയ്യാനും പോയ ദൂതന്മാരെല്ലാം ഏകദേശം ഒരേ രൂപത്തിലാണ് മറുപടി പറഞ്ഞത്. അത് ഖുറൈശികളെ വല്ലാതെ കുഴക്കി കളഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൗരവം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീവ്രത മുസ്ലിം ക്യാമ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലാണ് ഒരു ശക്തമായ തീരുമാനം എടുക്കേണ്ടത്. അല്ലാതെ ശക്തമായ തീരുമാനമെടുക്കേണ്ട യാതൊരു സാഹചര്യവും ഇല്ലല്ലോ. അതുകൊണ്ട് അതിനെന്താ ന്യായം? അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. ദാറുന്നദവയിൽ ഏതാനും ദിവസങ്ങളായിട്ട് ഇതാണ് ചർച്ച. അപ്പോൾ എല്ലാ നാട്ടിലും സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു രണ്ടാം നിര യുവാക്കളുണ്ടായിരുന്നു മക്കയിൽ. അതായത് ഒന്നാം നിര കാരണവന്മാരായ കുറച്ച് ചിന്തിക്കാനൊക്കെ ശേഷിയുള്ള കുറച്ച് ആൾക്കാർ. അവർ കാര്യങ്ങളൊക്കെ ചെയ്യും, നിയന്ത്രിക്കും, തീരുമാനിക്കും. അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുക. അതേസമയം തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ പദവികളിലോ ഒന്നും സ്ഥാനമില്ലെങ്കിലും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു യുവതലമുറ ഏത് നാട്ടിലുണ്ടാവും. അത് ഈ പറയുന്ന പാർലമെൻറ്റ് അംഗങ്ങളുടെ മക്കൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ പേരമക്കൾ തന്നെയായിരിക്കും. ഏതായാലും അങ്ങനെ ഒരു യുവ വിഭാഗം ആൾക്കാർ കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് നിരീക്ഷിച്ചുകൊണ്ട് മക്കയിലുണ്ടായിരുന്നു. ഒരാൾ പോകുന്നു, ഒരാൾ വരുന്നു, ഒരാൾ പിന്നെ പോകുന്നു, ഒരാൾ വരുന്നു. അങ്ങനെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ദൂതന്മാർ പരസ്പരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ദിവസങ്ങളിപ്പോൾ കഴിയുകയും ചെയ്തു. കാര്യങ്ങളൊന്നും ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ യുവാക്കൾ എന്ത് വിചാരിച്ചു എന്ന് ചോദിച്ചാൽ, അവർ ഇതൊന്നും തീരുമാനമാകാൻ പോകുന്ന കാര്യമല്ല എന്ന ഒരു എത്തിച്ചേരുകയാണ്. എന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യമായി പറഞ്ഞു, സംഗതി ഒന്നും നടക്കൂല എന്നാണ് തോന്നുന്നത്. ഇവർ വീണ്ടും വീണ്ടും ദൂതന്മാരെ ഒക്കെ പറഞ്ഞേക്കുന്നത് കാണുമ്പോൾ സംഗതി അവസാനം ഒരു സന്ധിയിലേക്കോ ഒരു കരാറിലേക്കോ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മുസ്ലിമീങ്ങളെ ഒരിക്കലും ഇങ്ങോട്ട് കടക്കാൻ അയക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ പാടെ കൂടിയിട്ട് എന്ത് ചെയ്യാം, രാത്രി ആരും അറിയാതെ രാത്രി മുസ്ലിമീങ്ങളുടെ ടെൻറ്റ് ആക്രമിക്കുക. അങ്ങനെ ഒറ്റയടിക്ക് ഈ പ്രശ്നം തീർക്കുക. അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടത് യുദ്ധം ഉണ്ടാവുകയാണ്. അതാണ് ഈ വലിയ തീവ്രത കൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ, അതൊക്കെ തന്നെയാണ്. അങ്ങനെ ശരിക്കും അവരത് ചെയ്യുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിലെ 70 പേർ അല്ലെങ്കിൽ 80 പേർ രാത്രിയിൽ തെൻഈം മലയുടെ മുകളിൽ കയറി. ഇപ്പുറത്ത് തന്നെ അപ്പുറത്ത് ഹുദൈബിയ, അതാണ് അവിടുത്തെ ഭൂമിശാസ്ത്രം. തെൻഈമിലെ മലയുടെ മുകളിൽ കയറിയിട്ട് അവർ താഴെ നോക്കിയാൽ ഹുദൈബിയ കാണാം, മുസ്ലിമീങ്ങളുടെ ടെൻറ്റുകൾ കാണാം. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം വരെ അവർ കാത്തു നിന്നു. എന്നിട്ട് അവർ രാത്രിയിൽ മുസ്ലിം ക്യാമ്പിലേക്ക് ഇരച്ച് കയറാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. പക്ഷേ അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റായിരുന്നു. അവർ വിചാരിച്ചത് ഇവർ യുദ്ധത്തിനല്ല വന്നത് എന്ന് ഇവരുടെ ദൂതന്മാർ മുഖേന പലപ്പോഴും അറിയിച്ചിട്ടുള്ള കാര്യമാണ്, പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാവില്ല. മാത്രമല്ല മറ്റൊരു യുദ്ധസമാനമായ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, കാവൽക്കാരും മറ്റൊന്നും ഉണ്ടാവില്ല എന്നാ പോലും കരുതിയിരുന്നത്. പക്ഷേ അവർ അവിടെ എത്തിയപ്പോഴാണ് അവർ സഹാബിമാരുടെ, കാവൽക്കാരായ സഹാബിമാരുടെ മുമ്പിലാണ് എത്തിയത്. അവരുടെ കയ്യിൽ അത്യന്താധുനികമായ യുദ്ധ സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു അറബി എന്ന നിലക്ക് അവരുടെ ഡ്രസ് കോഡിൻ്റെ ഭാഗമായി കൊണ്ടുള്ള യുദ്ധം സാമഗ്രികൾ തീർച്ചയായിട്ടും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ സംഘത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിലെ എക്കാലത്തെയും ധീരന്മാരിൽ ഒരാളായിരുന്ന മഹാനായ മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികൾ, തൻ്റെ സഹപ്രവർത്തകരും കൂടിയിട്ട് ഈ 70 പേരെയും പിടികൂടി എന്ന് മാത്രമല്ല, അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞു. ഉറക്കിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റും.
ഇവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നബി ഉറങ്ങുകയാണ്. അപ്പോൾ നബി സുബഹിക്ക് എഴുന്നേൽക്കുന്നത് വരെ കാത്ത് നിന്നു. സുബഹിക്ക് എഴുന്നേറ്റ ഉടനെ ഇവരെ നബിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിചാരണ ചെയ്തു. കാര്യം ശരിയാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ തടവ് ഈ പിടിക്കപ്പെട്ട ആൾക്കാർ അവർ ശരിക്കും യുദ്ധത്തടവുകാരാണ്. അവരെ തടഞ്ഞു വെക്കുന്നതിലോ അവരെ നിഷ്കരുണം കൊന്നുകളയുന്നതിലോ ഒന്നും ആ കാലഘട്ടത്തിലെ നിയമമനുസരിച്ച് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നബിക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അവരെ തടഞ്ഞു വെക്കാമായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു കാര്യം നബിക്ക് അവിടെ ചെയ്യാമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ ഉപയോഗപ്പെടുത്തി, സാധാരണ ബന്ദികൾ എന്ന് പറയുന്നത് വിലപേശാനുള്ളതാണല്ലോ. അപ്പോൾ അവരെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് ഖുറൈശികളുമായി വിലപേശാൻ ഏറ്റവും നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. നബി തങ്ങൾക്ക് ഖുറൈശികൾക്കൊരു വിവരം എത്തിച്ചു കൊടുത്താൽ മതി. ഇതാ, നിങ്ങളുടെ ആൾക്കാർ ഇന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്, അവരെ വിട്ടുതരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന ഉപാധികൾ നിങ്ങൾ കേൾക്കണം, എന്നാലേ വിട്ടുതരുള്ളൂ എന്ന് പറയാമായിരുന്നു. നബിക്ക് വിലപേശാൻ പറ്റിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നബിക്ക് പ്രതികാരം ചെയ്യാമായിരുന്നു, അവരെ കൊന്നുകളഞ്ഞുകൊണ്ട്. അത് നബി ചെയ്തില്ല. അവരെ ബന്ദികളാക്കിക്കൊണ്ട് വിലപേശാമായിരുന്നു, അതും നബി ചെയ്തില്ല. എന്താ കാരണം വെച്ചാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് നബി പറഞ്ഞല്ലോ. അത് മനസാ വാച കർമ്മണ ശരിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ തടഞ്ഞു വെക്കുകയോ ഇവരെ കൊന്നുകളയുകയോ ചെയ്താൽ അത് ഖുറൈശികൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരവസരമുണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? അത് വാർ പൊളിറ്റിക്സിനെ, യുദ്ധ സംബന്ധിയായ രാഷ്ട്രമീമാംസാ തത്വങ്ങളെ എക്കാലത്തും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയെല്ലാം നിരുപാധികം വിട്ടയക്കാൻ പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. പിടികൂടപ്പെട്ട ഈ യുവാക്കൾ വരെ അത്ഭുതപ്പെട്ടു പോയി. അവരിൽ ചിലരെല്ലാം അതിൻ്റെ പേരിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നു എന്നൊക്കെ തന്നെയും ചരിത്രമുണ്ട്. അള്ളാഹു സൂറത്തുൽ ഫത്ഹിൽ ആ കാര്യം പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. കാരണം അത് ലോകം എന്നും ഓർക്കേണ്ട ഒരു തത്വമാണ്. ഇസ്ലാമിൻ്റെ നന്മയാണ്, ഇസ്ലാമിൻ്റെ പ്രവാചകനിൽ കുടികൊള്ളുന്ന മഹത്തായ നന്മയാണ്. അള്ളാഹു പറഞ്ഞു, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയക്കും അൻഹും ബിബത്നി മക്കത്ത മിൻ ബഅദി അൻ നൾഫറക്കും അലൈഹിം. കയ്യിൽ കിട്ടിയിട്ടും യുദ്ധത്തിൻ്റെ തീ പടരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ അവരിൽ നിന്നും അവരെ നിങ്ങളിൽ നിന്നും തടഞ്ഞത് അള്ളാഹുവാണ് എന്നോർമ്മപ്പെടുത്തുന്ന സൂറത്തുൽ ഫത്ഹിലെ സൂക്തം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.